ആന്ദ്രേ തർക്കോസ്കി സംവിധാനം ചെയ്ത് 1979 റിലീസായിട്ടുള്ള ഒരു സിനിമയാണ് സ്റ്റോക്കർ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്റ്റോക്കർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഒരു സിനിമ ഒരു നോർമൽ സൈഫൈ സിനിമയല്ല, വളരെ സ്ലോ ആയി നമ്മുടെ മൈൻഡിലേക്ക് കയറുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന്. ആദ്യം നമുക്കൊന്നും ഒരു പിടുത്തം കിട്ടത്തില്ല. എന്നാൽ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിലെ ഡയലോഗ്സും അതുപോലെ ഈ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സും അതിനകത്തെ വിഷ്വൽസും ഒന്നും നമ്മുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല. സോ ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് സോൺ എന്ന് പറഞ്ഞ ഒരു ഏരിയനെ ചുറ്റിപ്പറ്റിയാണ്. ഒരു അബാൻഡൻ ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണത്. അവിടെ ഒരു റൂം ഉണ്ട്. ആ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡിസയർ നടക്കുമെന്നാണ് പറയുന്നത്. സോ ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്ന ഡിസയറിനെ കുറിച്ചൊന്നും അല്ല, ഹ്യൂമൻ നേച്ചർ ആയിട്ടുള്ള ഫിയർ, ഫെയ്ത്ത്, പർപ്പസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ആന്ദ്രേ തർക്കോസ്കി എന്ന ഡയറക്ടറിന്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസിൽ ഒന്നാണ് സ്റ്റോക്കർ എന്ന് പറഞ്ഞ ഈ സിനിമ. ഈ ഒരു സിനിമയുടെ അദ്ദേഹത്തിന്റെ ഡയറക്ഷനൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ഗംഭീരമാണ്. പിന്നെ ഈ ഒരു സിനിമയുടെ എനിക്ക് ഏറ്റവും ഒരു ഫേവറേറ്റ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ വിഷ്വൽസ് ആണ്. ലോങ് ഷോട്ട്സും അതുപോലെ അബാൻഡൻ ആയിട്ടുള്ള പ്ലേസും പിന്നെ വാട്ടറിൽ ഉള്ള വിഷ്വൽസും എല്ലാം ചേർന്ന് നല്ലൊരു ഡ്രീമി ലൈക്ക് ഒരു എഫക്റ്റ് ആണ് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. ഈ ഒരു സിനിമ എനിക്ക് കണ്ടപ്പോൾ പേഴ്സണലി തോന്നിയത്, സിനിമ മനസ്സിലാക്കുന്നതിനപ്പുറം ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലാണ് കാര്യം. ഈ ഒരു സിനിമയുടെ കാസ്റ്റിന്റെ പെർഫോമൻസ് ഒക്കെ കിടിലനാണ്. വളരെ സട്ടിലും അതുപോലെ പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി എടുത്തു പറയാൻ തോന്നുന്നു സ്റ്റോക്കർ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെയാണ്. അദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടറിന് ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സീനൊക്കെ ഉണ്ട്. അതിഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം തോന്നും, അതായത് നമ്മുടെയൊക്കെ ഡിസയറിന്റെ പർപ്പസ് എന്താണെന്ന്. സോ അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. അപ്പോൾ ഞാൻ ഈ സിനിമ എല്ലാവർക്കും ഒന്നും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇത് വളരെ ഫിലോസഫിക്കൽ ആയിട്ടൊക്കെ പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് സ്റ്റോക്കർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൂടാതെ ആന്ദ്രേ തർക്കോസ്കി എന്ന ഡയറക്ടറിന്റെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമ ഏതാണെന്നും കൂടെ കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.